to non-visual solution, a center for learning without seeing. We are here with a new tutorial solution which may help you to overcome your visual disability. Please subscribe our channel to get more tutorial from NVS. എൻവിഷൻ പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ID Pro. ഇപ്പോൾ ID Proയിൽ എൻവിഷനേക്കാൾ ഒരുപാട് ഫീച്ചേഴ്സ്, അതായത് ആക്സസിബിൾ ക്യാമറ, അറൗണ്ട് മീ, നമുക്ക് ട്രാവൽ മോഡ്, അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മിനിറ്റ് കൂടുന്നവരും അല്ലെങ്കിൽ ഓരോ ചെറിയ അത് പണ്ട് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കായിരുന്നു, ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് കൂടുമ്പോൾ അനൗൺസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ അത് ഒരു ഫ്യൂ മിനിറ്റ്സും ഇങ്ങനെ വന്ന് അനൗൺസ് ചെയ്യുന്നേ ഉള്ളൂ. അത് പുതിയ അപ്ഡേറ്റിൽ വന്ന ചെറിയൊരു ഇതാണ്. പിന്നെ നമുക്ക് ഒബ്ജക്റ്റ് ഇൻ ഇമേജിലുള്ള എന്താണ് ഒബ്ജക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് റെക്കഗ്നിഷൻ, അതുപോലെ PDF റീഡിംഗ് എല്ലാം നമുക്ക് ഈ ID Proയിലും ഉണ്ട്. അപ്പോൾ ID Proൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് നമുക്ക് നോക്കാം. അത് 690 രൂപയാണ് ഇപ്പം നിലവിൽ. അതിൻ്റെ ID എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടാനുണ്ടായിരുന്നു. ഇപ്പോൾ അത് പക്ഷേ ആ പ്ലേ സ്റ്റോറിൽ നിന്ന് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ID Pro ഒന്ന് നോക്കാം. ID Pro. ഓക്കെ, ID Pro. Open navigation drop. ID Pro. Accessible camera button. ഫസ്റ്റ് തന്നെ ആക്സസിബിൾ ക്യാമറയാണ്, നമുക്ക് എടുത്തു നോക്കാം എന്താണെന്നുള്ളത്. Front camera active now. ID Pro. Light to dim. One face detected. ഓക്കെ, ഫ്രണ്ട് ക്യാമറയാണ് വന്നിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് ലൈറ്റ് ടു ഡിം, വൺ ഫേസ് ഡിറ്റക്റ്റഡ്. Light to dim. Zero face detected. Light perfect. Light perfect. One face detected. ഓക്കെ, ഇപ്പം ലൈറ്റ് പെർഫെക്റ്റ് ആയി, വൺ ഫേസ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള എന്തൊക്കെ ഓബ്ജക്ട്സ് ആണോ അത് നമ്മളൊന്നും ജസ്റ്റ് ആക്സസിബിൾ ക്യാമറ എനേബിൾ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഫ്രണ്ട് ക്യാമറയാണ് എനേബിൾ ആയിട്ട് വരിക. അത് ബാക്ക് ക്യാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വേറെ മൈ ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള നമ്മുടെ കറണ്ട് അഡ്രസ്സ് പറയും. അതിനകത്താണ് ഇപ്പം ട്രാവൽ മോഡ് വന്നിരുന്നത്. ആദ്യം ട്രാവൽ മോഡ് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു, ട്രാവൽ മോഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അത് അവർ അതിനകത്ത് തന്നെ കൊണ്ടുവിട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇവിടെ എൻ്റെ അഡ്രസ്സ് വന്നിട്ടുണ്ട്. GPS accuracy 23 meter. Current address Korod, Vadakara 673106, India. ഓക്കെ, ചോറോഡ് വടകര 673106. Click to refresh your current location and landmarks button. ഇവിടെ റിഫ്രഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. Click to share your location with others on WhatsApp, Gmail, etc. button. ഓക്കെ, ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. Toggle button to enable and disable travel mode. When enabled, app goes in background and your location will be spoken every few minutes on check. ഇതാണ് ട്രാവൽ മോഡ്. ഇവിടെ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കുറച്ച് ഡ്യൂറേഷൻസിൽ നമുക്ക് ഈ എവിടെ എത്തി, അടുത്ത സ്റ്റോപ്പ് ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പണ്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ 10 സെക്കൻഡ് തൊട്ട് 5 മിനിറ്റ് വരെ നമുക്ക് സെറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ടാണ് വരുന്നത്. നമുക്കതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നില്ല. ആ ഒരു വിഷയമുണ്ട്. ഇവിടെ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പം തന്നെ ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാവൽ മോഡിലാണ് ഇരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ഓരോ സ്ഥലവും അതിൻ്റെ അടുത്തുള്ള ലാൻഡ് മാർക്സും എല്ലാം കൃത്യമായിട്ട് പറയും. ഓക്കെ, ഇതാണ് അടുത്ത ഓപ്ഷൻ. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. അറൗണ്ട് മീ. ഇതിനകത്ത് കാറ്റഗറീസ് വന്നിട്ടുണ്ട്. ATM നോക്കാം. Search radius 5. Enter place name or type manually button. Search radius 500 meters. സെർച്ച് റേഡിയസ് 500 meters ആണ്. വേണമെങ്കിൽ നമുക്കതൊരു 1 kilometer വരെ കൊടുക്കാം. Seek to change radius of search slider position 0. അവിടെ അത് നമ്മളൊന്നും ചെയ്യരുത്. Search radius 500 meters. ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. Enter place name or type manually button. ഇവിടെ ടൈപ്പ് മാനുവലി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, ഇവിടെ എൻ്റെ വീടിനടുത്ത് ശ്രീഗോകുലം പബ്ലിക് സ്കൂളുണ്ട്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഇവിടുന്ന് എത്ര മീറ്റർ ഉണ്ട്, ഏതാണ് റൂട്ട്, കൃത്യമായിട്ട് എത്ര മീറ്റർ ഉണ്ട്, ഏത് ഡയറക്ഷനിലാണ് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ATM button. ഇവിടെ ATM ഉണ്ട്, ബസ് സ്റ്റേഷൻസ് ഉണ്ട്, ബാങ്ക് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ATM ആണ് വേണമെന്നെങ്കിൽ അടുത്തുള്ള ATM സ്റ്റേഷൻസ് എല്ലാം ഇവിടെ കാണിക്കും. നിലവിൽ ഇവിടെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കാണിക്കാൻ സാധ്യതയില്ല. ബസ് സ്റ്റേഷൻ ATM button. ID Pro. ഇല്ല, അവിടെ ഒന്നും വരുന്നില്ല. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 500 മീറ്ററിനുള്ളിൽ ATM സ്റ്റേഷൻസ്. ഇവിടെ ഇപ്പോൾ എന്തായാലും 500 മീറ്ററിനകത്തൊന്നുമില്ല. എന്തായാലും 1 കിലോമീറ്റർ അപ്പുറത്തേ ഉള്ളൂ. അത് ഇവിടെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. Categories of nearby places. പിന്നെ അതിനകത്തുള്ളത് Seek to change radius of search food button. ഫുഡ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, സ്റ്റോഴ്സ് ഉണ്ട്, റിലീജിയസ് പ്ലേസസ്. ഇത്രയും കാറ്റഗറീസും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഇവിടെ ഡയറക്റ്റ് മാപ്പ് കിട്ടില്ലെങ്കിലും കൃത്യമായിട്ട് എത്ര മീറ്റർ ഉള്ളിൽ ഇത്ര മീറ്ററിനുള്ളിൽ സംഭവം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും.
അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമ്മുടെ മാപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്ഷൻ കൊടുത്ത് പോകാനും പറ്റും. ID Pro. അടുത്ത ഓപ്ഷന് Around me button. See object in image button. സി ഓബ്ജക്റ്റ് ഇൻ ഇമേജ്. ഇമേജിനകത്തുള്ള ഓബ്ജക്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇമേജ് എടുക്കാം, നമുക്ക് നോക്കാം. സോ എൻ്റെ കയ്യിലൊരു പേപ്പർ ഉണ്ട്, നമുക്ക് നോക്കാം ഇതിലെന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. Read text in. See object in image button. ഓക്കെ, Take picture button. Double tap to take picture and analyze. ഓക്കെ, ഡബിൾ ടാപ്പ് ചെയ്യാം. Take picture button. Double tap to take picture. Processing image. Please wait. Take picture button. Double tap to take picture and analyze. Nothing found in this image. ഓക്കെ, നത്തിങ് ഫൗണ്ട് ഇൻ ദിസ് ഇമേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഒബ്ജക്ട്സ് ഒന്നുമില്ല. ID Pro. Read text in image button. Read text offline. See object in image button. അടുത്ത ഓപ്ഷൻ Read text in image button. റീഡ് ടെക്സ്റ്റ് ഇൻ ഇമേജ് ആണ്. ഇത് നമുക്ക് കൊടുത്ത് നോക്കാം. Take picture button. Processing image. Please wait. Processing image. Please wait. Go back button. Take picture button. Double tap to take picture and analyze. ഓക്കെ, ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റഡ് വേർഷൻസ്, അതായത് മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും പ്രിൻറ്റഡ് വേർഷൻ ആണെങ്കിൽ കൃത്യമായിട്ട് വായിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് റിട്ടൺ വേർഷൻ ആണ്, അതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു വിഷയം ഉണ്ടാവും. Take picture button. Double tap to ID Pro. Read text in image button. Read text offline button. അടുത്ത ഓപ്ഷൻ റീഡ് ടെക്സ്റ്റ് ഓഫ്ലൈൻ ആണ്. പക്ഷേ ഇത് ഓഫ്ലൈനിൽ വായിക്കുന്നത് നേരത്തെ നമ്മൾ എൻവിഷനിൽ കണ്ടതുപോലെ തന്നെ ലാറ്റിൻ ടെക്സ്റ്റുകൾ മാത്രമേ ഓഫ്ലൈനായിട്ട് വായിക്കും. ഞാനതൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം. Camera active. Double tap on center of screen to start processing. കണ്ടോ, അവിടെ ഓട്ടോമാറ്റിക്കലി പ്രോസസ്സ് ചെയ്യാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ലാറ്റിൻ ടെക്സ്റ്റ് ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ID Pro. ID Market button. Read text offline. Favorite places button. Exit button. ഇവിടെ ഫേവറേറ്റ് പ്ലേസസ് ആണ് അടുത്ത ഓപ്ഷൻ. Favorite places button. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ ഇതിൽ വരുന്നത് ഫേവറേറ്റ് പ്ലേസസ് ആണ്. നമുക്ക് Exit button. നമ്മുടെ വീടിൻ്റെ ഇതോ റേഡിയോസോ എല്ലാം നമുക്ക് ഇവിടെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. Favorite places button. ഓക്കെ, ഫേവറേറ്റ് പ്ലേസസിൽ ID Pro. കഴിഞ്ഞാൽ Enter the name you want. Enter the radius to get enter the name you want to get notified by text box. നോട്ടിഫൈ ചെയ്യേണ്ട പേര് എന്താണോ അത് കൃത്യമായിട്ട് അടിക്കുക. പക്ഷെ നമുക്ക് നമ്മുടെ റേഡിയസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Enter the radius to get notified within combo box. അവിടെ ഒരു കോംബോ ബോക്സ് ആണ്. 200 meters check. 200 മീറ്ററിനുള്ളിൽ നമുക്കറിയണോ, 300 meters on check. 300 മീറ്ററിനകത്ത് അറിയണോ, 500 meters on check. 1000 meters on check. 2000 meters on check. 3000 meters on 3000 meters on check. 3 കിലോമീറ്റർ വരെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. 3000 മീറ്റേഴ്സ് വരെയാണ് കാണിച്ചുള്ളത്. അപ്പോൾ 3 കിലോമീറ്ററിന് ചുറ്റളവുള്ള എന്ത് സാധനവും നമുക്ക് നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, എത്രയാണ് ID പ്രോയിൽ വരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ അഡ്മിഷനിൽ കാണിച്ച പോലെ ഒരു ഇമേജ് കൊണ്ടുവന്ന് ഷെയർ ചെയ്തിട്ട് വായിക്കാനും പറ്റും ID പ്രോയിൽ. Home. Folder. Social media. WhatsApp. WhatsApp. Asif Nitish Villatia. At 7. Type a message text box. 0 seconds elapsed. View photo button. WhatsApp. More options button. Show in chat. Share. ഷെയർ കൊടുക്കാം. WhatsApp. Android system. WhatsApp. Share me. ID Pro. WhatsApp is ID Pro image recognition. ഓക്കെ, ഇവിടെ ID പ്രോ ഇമേജ് റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട് നമുക്ക് ഷെയർ ഓപ്ഷനിൽ. ID Pro image recognition. Server error. Please try again or contact live chat support. ഓക്കെ, അവിടെ സെർവർ എറർ ആണ്. ഓക്കെ, അത് ID പ്രോയുടെ സെർവർ എറർ ആണ്. അവിടെ കിട്ടേണ്ടതാണ് നമുക്ക്. Server error. Share text button. Share text button. ഓക്കെ, ഇവിടെ നമുക്ക് ടെക്സ്റ്റ് റെക്കഗ്നൈസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ Share text button. അവിടെ ഷെയർ ടെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ, വാട്സപ്പിലാണോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ID പ്രോയുടെ ഒരു ഗുണം. Around me button. Categories of nearby places. Enter place name or type manually button. അറൗണ്ട് മീൽ ഫസ്റ്റ് നമുക്ക് എൻ്റർ പ്ലേസ് നമുക്ക് ഡിഫോൾട്ടായിട്ട് നമുക്ക് മാനുവലി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇന്ന സ്ഥലമാണ് ഇപ്പോൾ. Search box. Please type the place or select one from the list below text box. Bus stations button. ATM button. ഇപ്പോൾ ബസ് സ്റ്റേഷൻസ് ആണോ, ATM ആണോ, അല്ലെങ്കിൽ എന്താണ്, ഇപ്പം ബീവറേജസ് ആണോ, അല്ലെങ്കിൽ മാർക്കറ്റാണോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ 500 മീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കത് വേണമെങ്കിൽ മാറിയിട്ട് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ കൊടുക്കാം. Search button. Search box. Search radius. Progress. 50. ഞാനിപ്പോൾ അത് Search radius. 3000 meters. 3 കിലോമീറ്റർ ആക്കിയിട്ടുണ്ട്. ഇനി Bus stations button. ATM button. ATM കൊടുത്ത് നോക്കാം. ID Pro. വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. State Bank of India 1854 meters. കണ്ടോ, 1854 മീറ്റർ കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM ഉണ്ട്. India 1990 meters. India 1990 meters.
ഇന്ത്യ വണ്ണിൻ്റെത് 1900, ഏതാണ്ട് 2 കിലോമീറ്റർ അടുത്ത്. HDFC Bank 2047 meters. HDFC ബാങ്കിൻ്റെത് 2 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. ഇതുപോലെ നമുക്ക് Categories of cinema button. സിനിമയുണ്ട്, Bus stations button. ബസ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അടുത്ത് ഇവിടെ എവിടെയെങ്കിലും ബസ് സ്റ്റേഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. ID Pro. Mayanur bus stop 1662 meters. മയ്യന്നൂർ ബസ് സ്റ്റോപ്പ്. Kutangaram bus stop 1760 meters. എൻ്റെ ഏറ്റവും അടുത്തുള്ള ഇതെന്ന് പറഞ്ഞത് കൂട്ടങ്ങാരം ബസ് സ്റ്റോപ്പാണ്, 1.5 കിലോമീറ്റർ അപ്പുറത്ത്. Place activity. ഞാനതിൽ ഡബിൾ ടാപ്പ് ചെയ്തു, അതിലെന്താ വന്നിട്ടില്ലെന്ന് നോക്കാം നമുക്ക്. Kutangaram bus stop 1760 meters. Click to start Google Maps navigation button. കണ്ടോ, ഇവിടെ തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് നാവിഗേഷൻ ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ മാപ്പിലോട്ട് പോകും. അവിടെ നമുക്ക് വാക്കിംഗ് മോഡോ ഡ്രൈവിംഗ് മോഡോ ഏത് കൊടുത്തു കഴിഞ്ഞാലും അതവിടെ ഡയറക്ഷൻ തരും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നേരെ ഡയറക്റ്റ് ഈ സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗൂഗിൾ മാപ്പ് ഡയറക്ഷൻ കൊടുത്താൽ മതി. ID Pro. Kutangaram bus stop 1007. Categories food button. ഇനിയിപ്പോൾ ഫുഡ് എടുക്കുകയാണെങ്കിൽ ID Pro. ഫുഡൊന്നും കാണിക്കുന്നില്ല. ID Pro. Category hospital button. ഹോസ്പിറ്റൽ ഉണ്ടോ നോക്കാം നമുക്ക്. ID Pro. ഹോസ്പിറ്റലുണ്ട്. MJ Hospital ER 1924 meters. MJ ഹോസ്പിറ്റലുണ്ട്. MJ Hospital 19 CH Muhammad Koya Memorial Co-op Hospital 2612 meters. CH മുഹമ്മദ് കോയ കോപ്പറേറ്റീവ്. CH Muhammad Koya Asha Hospital 3747 meters. 3 കിലോമീറ്റർ അപ്പുറത്ത് ആശ ഹോസ്പിറ്റലുണ്ട്. ഇങ്ങനെ നമുക്ക് ഇതിൽ ഡബിൾ ടാപ്പ് Place ചെയ്ത് activity. Add to favorite places button. ഇവിടെ തന്നെ നമുക്ക് ഫേവറേറ്റ് പ്ലേസിലോട്ട് അത് ആഡ് ചെയ്യാൻ പറ്റും. Click to start Google Maps navigation button. ക്ലിക്ക് ടു സ്റ്റാർട്ട് ഗൂഗിൾ നാവിഗേഷൻ. ഈ 2 ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റാർട്ട് നാവിഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ മാപ്പിലോട്ട് പൊക്കോളും. Maps. Place activity. Maps. Place activity. അതായത് ഗൂഗിൾ മാപ്പിൽ നമുക്ക് ഡ്രൈവിംഗ് മോഡ്, വാക്കിംഗ് മോഡ് ഉണ്ട്. അതായത് വാക്കിംഗ് മോഡ് ആകുമ്പോൾ കൃത്യമായിട്ട് ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസ്, അതായത് വാക്കിംഗ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ 1.5 കിലോമീറ്റർ പോകാൻ 20 മിനിറ്റ്, ഡ്രൈവിംഗ് മോഡിലാകുമ്പോൾ അത് 10 മിനിറ്റ് ആവും. മനസ്സിലായില്ല? അതായത് അതിൻ്റെ നാവിഗേഷൻ രണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഗൂഗിളിൽ നമുക്ക് പോകാനുള്ള റൂട്ടിൽ ഷോർട്ട് കട്ട്സ്, ഇപ്പോൾ വാക്കിംഗ് മോഡിലുള്ള ഷോർട്ട് കട്ട്സ് ആയിരിക്കില്ല ഡ്രൈവിംഗ് മോഡിൽ ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള റൂട്ടായിരിക്കും ഗൂഗിൾ മാപ്പിൽ കാണിക്കുക. അതുപോലെ തന്നെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് മോഡും ഉണ്ട്, 2 വീലർ മോഡും ഉണ്ട്. നമുക്ക് ഒരു മോട്ടോർ സൈക്കിൾ എടുത്ത് പോകുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു പക്ഷേ വേറെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഗൂഗിൾ മാപ്പ് എത്തിക്കുന്ന ഇതായിരിക്കും നമുക്ക് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വാക്കിംഗ് മോഡ് കൊടുത്തു കഴിഞ്ഞാലും ഡ്രൈവിംഗ് മോഡ് കൊടുത്തു കഴിഞ്ഞാലും രണ്ടായിരിക്കും. ചിലപ്പോൾ റൂട്ടുകൾ തന്നെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ.